ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന കുറുകിയ ഒരു സാമ്പാർ ഉണ്ടാക്കാം. ഞാൻ ഈ വെജിറ്റബിളും പരിപ്പ്, മഞ്ഞൾ, ഉപ്പ്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കുകയോ ചെയ്യുന്നത്. ഞാൻ ഒന്നും സെപ്പറേറ്റ് ചെയ്ത് വേവിക്കാറില്ല സാധാരണ. ഞാനിതെല്ലാം ഇട്ടിട്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് വേവിക്കാൻ വെക്കും. ഞാൻ ചൂടുവെള്ളം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ചവെള്ളം തിളച്ച് വന്ന് അത്രയും സമയം എടുക്കത്തില്ല. നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പം നമുക്ക് വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് അടച്ച് വെച്ചൊരു 3 വിസിൽ കേൾപ്പിക്കും. എന്നിട്ട് ഞാൻ എടുത്തിട്ട് കടുക് വറക്കുവാണ്. കടുക് വറക്കുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് സവാളയും ഇവിടെ ടൊമാറ്റോ ഇടുന്നത്. ഞാൻ മറ്റേ വെജിറ്റബിളിൻ്റെ കൂടെ ഇടാറില്ല. കാരണം ഇങ്ങനെ ഒന്ന് വഴട്ടിയെടുക്കുമ്പോഴാണ് എനിക്കിതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുകയും ഒന്ന് കുറുകി വരുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. എൻ്റെ മമ്മിയായിട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് വഴട്ടിയെടുത്തു. അതിൻ്റെ അകത്തോട്ട് നമുക്ക് വഴണ്ട ശേഷം ഏതെങ്കിലും ഒരു സാമ്പാർ പൊടി കുറച്ച് ഉപയോഗിക്കാം. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഇച്ചിരി കളറിന് വേണ്ടി ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് ഉലുവാപ്പൊടി, കായപ്പൊടി, പിന്നെ നമുക്ക് ഇച്ചിരി പുളിക്ക് വേണ്ടി പുളിവെള്ളം കൂടെ ചേർക്കാം. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുത്തിട്ട് നമുക്കിൻ്റെ അകത്തോട്ട് വേവിച്ച് വെച്ച ഈ വെജിറ്റബിളുകളോട് ചേർക്കാം. എന്നിട്ട് വീണ്ടും ഞാൻ ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുന്നു. അതും നമ്മൾ ചൂടുവെള്ളമാണ്, നിങ്ങൾ ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്. ഇതിനെ നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കണം. നിങ്ങളിത് തിളച്ച് വരുമ്പോഴേ ഇതിനെ ഓഫ് ചെയ്യരുത്. ഒരു 10-15 മിനിറ്റ് ഇതിനെ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ലാസ്റ്റ് നിർത്തുന്നതിന് മുമ്പ് 2-3 സ്പൂണ് പച്ച വെളിച്ചെണ്ണയും ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കുക. അന്നേരം നമുക്ക് അത് തുറക്കുമ്പോൾ നല്ല പാകത്തിനുള്ള കുറുകിയ സാമ്പാർ റെഡിയായിരിക്കും. അപ്പോൾ നിങ്ങളിതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം. എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ പോയിന്ന് കാണുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഓക്കെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു.